എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ നമ്മൾ വായിച്ചു നിർത്തിയത് ലീ ബ്രോവർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവത്തെപ്പറ്റി പറയുന്നതാണ്. ഇന്നലത്തെ വീഡിയോ കാണാത്തവർ ഒന്ന് പോയി കാണണേ. ഞാൻ തുടർന്ന് വായിക്കുകയാണ്. 4-5 മാസങ്ങൾക്ക് ശേഷം വീണ്ടും അയാളുടെ ഇമെയിൽ സന്ദേശം കിട്ടി. എൻ്റെ മകൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ടിരിക്കുന്നു. അവൻ്റെ സ്ഥിതി ഏറെ പുരോഗമിച്ചിരിക്കുന്നു എന്ന് അയാൾ അറിയിച്ചു. അതോടൊപ്പം മറ്റൊരു കാര്യവും അയാൾ പറഞ്ഞു. ഒരു കാര്യവും കൂടി നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഞങ്ങൾ ഇവിടെ ഒന്നിന് $10 വില വെച്ച് 1000-ലധികം കൃതജ്ഞതാശിലകൾ വിറ്റുകഴിഞ്ഞു. ഈ പണമെല്ലാം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. വളരെ നന്ദി. ഒരു കൃതജ്ഞതാ മനോഭാവം ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. മഹാനായ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റൈൻ സ്ഥലം, കാലം, ഗുരുത്വാകർഷണം എന്നിവയെപ്പറ്റിയുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ വിപ്ലവകരമായ മാറ്റം വരുത്തി. ദരിദ്രമായ പശ്ചാത്തലത്തിൽ നിന്ന് വളരെ മോശമായ രീതിയിൽ ജീവിതം ആരംഭിച്ച അദ്ദേഹത്തിന് ഇതെല്ലാം സാധ്യമാകുമെന്ന് ആരും കരുതിയിരിക്കില്ല. ഐൻസ്റ്റൈനിന് രഹസ്യത്തെക്കുറിച്ച് ധാരാളം അറിയാമായിരുന്നു. അദ്ദേഹം ഓരോ ദിവസവും 100 കണക്കിന് തവണ നന്ദി എന്ന് പറയുമായിരുന്നു. തനിക്ക് കൂടുതൽ പഠിക്കാനാവും, തൻ്റെ ജോലികളിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാനാകും, ക്രമേണ ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായിത്തീരുവാനും തന്നെ പ്രശസ്തനാക്കിയ തൻ്റെ മുൻഗാമികളായ ശാസ്ത്രജ്ഞന്മാരോടെല്ലാം അദ്ദേഹം നന്ദി പറയുമായിരുന്നു. കൃതജ്ഞതയുടെ വളരെ ശക്തമായ ഉപയോഗത്തെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് സാക്ഷാത്കരിക്കാനുള്ള സൃഷ്ടിപ്രക്രിയയിൽ സംയോജിപ്പിച്ച് അതിനെ ശക്തമായി ചാർജ് ചെയ്യാം. സൃഷ്ടിപ്രക്രിയയുടെ ആദ്യപടിയായ ആവശ്യപ്പെടുക എന്ന അധ്യായത്തിൽ ബോബ് പ്രോക്ടർ നിർദ്ദേശിച്ചതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് കുറിച്ചു വയ്ക്കാൻ തുടങ്ങുക. ഡാഷിൽ ഞാൻ വളരെ സന്തുഷ്ടനും കൃതജ്ഞതയുള്ളവനുമാണ്. ഡാഷ് എന്ന ഭാഗത്ത് നിങ്ങൾക്ക് പൂരിപ്പിക്കാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വേണം ഓരോ വാചകവും തുടങ്ങാൻ. നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന മട്ടിൽ നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലേക്ക് ചില ശക്തമായ സിഗ്നലുകൾ പ്രസരിപ്പിക്കുകയാണ്. ആ സിഗ്നലുകൾ പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ചത് നേടിയതിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിനാൽ ആ വസ്തു നിങ്ങളുടേതായി കഴിഞ്ഞു എന്നാണ്. ഓരോ പ്രഭാതത്തിലും കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുൻപ് ആരംഭിക്കുന്ന ആ നല്ല ദിവസത്തിന് മുൻകൂറായി കൃതജ്ഞത മനസ്സിൽ അനുഭവിക്കുക എന്നത് ഒരു ശീലമാക്കണം. ഇന്നത്തെ വായന ഞാനിവിടെ നിർത്തുന്നു. താങ്ക് യു.